ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമുക്ക് രാവിലെ പെട്ടെന്ന് ഒരു ചായക്കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുത്താൽ മതിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് മുട്ടപ്പത്തിരിയാണ്. ഓരോ സ്ഥലത്തേക്കും ഓരോ പേരാണല്ലോ. പോട്ടട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് മുട്ടപ്പത്തിരി എന്നാ പറയുക. അപ്പം അധികം പണിയൊന്നും ഇല്ലാതെ നമുക്ക് രാവിലെ തന്നെ നേരത്തെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആണ് ഇത്. നമ്മൾ 2-3 രീതിക്ക് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇത് നാളികേരപ്പാൽ കൂട്ടിയിട്ടാണ് ഞങ്ങളിവിടെ കഴിക്കാറുള്ളത്. കറി കൂട്ടിയിട്ടും കഴിക്കുക. എനിക്കിത് നല്ല നാളികേരപ്പാൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഇതുപോലെ കൊണ്ട് കുഴച്ചിട്ട് കഴിക്കണം. അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം? കറി കൂട്ടിയിട്ട് കഴിക്കാനാണോ അത് നാളികേരപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയും കേട്ടോ. നമുക്ക് മുട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ ഇതിലൊരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നൈസ് പത്തിരിപ്പൊടി. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈദയുടെ പകരം വേണമെങ്കിൽ ചോറ് എടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ 1/2 കപ്പ് ചോറ് എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളമൊന്നല്ല, ഇളം ചൂടായ വെള്ളം. നമ്മൾ കൈയൊക്കെ ഒന്ന് മുക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂടാവില്ലേ, അതുപോലത്തെ വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മുട്ടപ്പത്തിരി ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ചട്ടിയിലൊന്നും ഒട്ടി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ചോറ് അല്ലെങ്കിൽ 1 കപ്പ് മൈദ എടുത്താൽ മതി. അപ്പം അങ്ങനെ അതിൻ്റെ അരിപ്പൊടിയുടെ 1/2 ഭാഗം മൈദ ചോറ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് കട്ടൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നേരെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 3 കപ്പ് കരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മുട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചല്ല എടുത്തേക്കുന്നത്. അത് കാരണം ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉണ്ണിയോടക്കനെ തന്നെയാണ്. ഇനി നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം വെള്ളം കുറച്ചും കൂടി വെള്ളം വേണം. ഇപ്പം ഞാനത് ഒഴിച്ച് കൊടുക്കണില്ല. നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അത് കാരണമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത്. നമ്മുടെ ദോശമാവിൻ്റെ പോലെ ആക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കൂല. അപ്പോൾ അതേ ഒരു കട്ടിക്കാണ്, ഇഡലിയുടെ അല്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ മിക്സർ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ആ ഒരു പാത്രം ഉണ്ടല്ല, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് കുറേ വെള്ളമാണെങ്കിൽ പിന്നെ അത് നമ്മൾ വിചാരിച്ച പോലെ ചട്ടിയിൽ നിന്ന് എടുത്താൽ കിട്ടില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം മുഴുവനായിട്ട് ഒഴിക്കണില്ല കേട്ടോ. ഇതിൻ്റെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കണുള്ളൂ. വെള്ളം കൂടണ്ട. വെള്ളം കൂടിയാലും പേടിക്കൊന്നും വേണ്ട. അപ്പോഴും ഇതുപോലെ കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് കണ്ടില്ല. ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കില്ലേ, അപ്പോൾ അതുപോലെ ആക്കിയാൽ മതി. എൻ്റെ ഉമ്മയുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കും. നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇവിടെ മോനക്കൊന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ നല്ല ജീരകം ഇടാത്തത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. അത് അടിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് അറിയാം. നമുക്കൊരു ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. മൺചട്ടിയിലാണ് നമ്മളിത് ചുട്ടെടുക്കണത്. ഈ ചട്ടി നന്നായി ചൂടാവണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ കണ്ടില്ലേ, നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായതിൻ്റെ ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് വിചാരിച്ച പോലെ കണ്ട് പൊള്ളച്ച് വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് അറിയണുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ വരില്ല. അപ്പോൾ അത് വന്നതിൻ്റെ ശേഷം മാത്രം അടച്ച് വെച്ച് കൊടുക്കുക. അല്ലാതെ അടച്ച് വെച്ചാൽ നമുക്ക് ആ ഒരു ഓട്ടകളായിട്ട് കിട്ടില്ല. അപ്പം ഞങ്ങളെ വീടിൻ്റെ അവിടെ ഒരു താത്ത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുക കടന്നിലും കൂട് എന്നാണ്. അപ്പോൾ കടന്നിലും കൂട് പോലെ തന്നെയാണല്ലോ, ചെറിയ ചെറിയ ഇതായിട്ട് അറകളായിട്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മളതൊന്ന് കുറച്ച് നേരം ആ ഒരു ഓട്ടകളൊക്കെ വന്നതിന് ശേഷം അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ചട്ടിയിലൊന്നും ഒട്ടി പിടിക്കാതെ നമുക്ക് വേഗം അത് എടുക്കാൻ പറ്റി. അപ്പോൾ വീണ്ടും ഒരു കയ്യിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മുട്ടപ്പത്തിരിയോട് കുറച്ച് സ്നേഹം കൂടുതലാണ് കേട്ടോ. എന്നെ മോണിയാക്കിയത് ഈ ഒരൊറ്റ മുട്ടപ്പത്തിരിയുടെ വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് 1000 വാച്ച് ഹവർ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് 4000 ആയി കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു മുട്ടപ്പത്തിരിയോട് അന്ന് മുതലേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് കേട്ടോ. പിന്നെ കഴിക്കാനും ടേസ്റ്റാണ്. കണ്ടില്ലേ, നമുക്ക് ചട്ടിയിൽ നിന്ന് നന്നായി കിട്ടുന്നുണ്ട്. അടിയൊന്നും അങ്ങനെ കരിയണമെന്നില്ല കേട്ടോ. കൂടുതൽ മൈദ ആയ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അരിപ്പൊടിയുടെ പകുതി മൈദ എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ചോറായാലും പകുതി തന്നെ എടുക്കണം. കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ. കൂടുതലായി എടുക്കുകയാണെങ്കിൽ നമുക്കിത് കരിഞ്ഞിട്ടാണ് കിട്ടുക. അങ്ങനെ മേലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ അടി നല്ല കരിഞ്ഞിട്ടാവും. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്പ്പായിട്ട് വരും. അപ്പോൾ ഇതുപോലെ അളവിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കും നല്ല മുട്ടപ്പത്തിരി ആയിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതാ നല്ല മുട്ടപ്പത്തിരി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ എല്ലാ മുട്ടപ്പത്തിരി ഇവിടെ ചുടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, അത് മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അടി കരിഞ്ഞിട്ടൊന്നുമില്ല, ഇതുപോലെ ആയിട്ടാണ് കിട്ടുക. നമ്മളിത് കുറേ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ ലെയർ ആക്കുമ്പോൾ അതിന് മീതക്ക് വെക്കുക. അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഇതിന് മീതെ കളർ പിടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു ബ്രൗൺ കളറാവും.
എങ്ങനെയായാലും അടിയിൽ ചെറിയൊരു കളർ വരുമല്ലോ. അപ്പോൾ ഇത് ചൂടോടക്കന്നെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ മീതെ ഒരു മുട്ടപ്പത്തിരി ചുട്ടിടുമ്പോൾ അതിൻ്റെ അടിയിൽ കളർ പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇതാ നല്ല നാളികേരപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം എനിക്കിത് നാളികേരപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറി, ചിക്കൻ കറി, അങ്ങനെ എന്ത് കറി വേണമെങ്കിലും കൂട്ടാം. ഞാനിത് തേങ്ങാപ്പാൽ എടുത്തതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് കഴിക്കുന്ന സമയത്താണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മുട്ടപ്പത്തിരി. അപ്പോൾ ഇത് മൺചട്ടിയിൽ തന്നെ ചുട്ടെടുക്കണം, എന്നാലാണ് നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. നമ്മൾ മൈദൊക്കെ ചേർത്ത കാരണം കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ചോറ് കൂട്ടിയാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായി വരിക. ഇനി ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ടപ്പത്തിരി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ വേണമെങ്കിൽ ചമ്മന്തി അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് 2 മുട്ടപ്പത്തിരി എടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എത്ര കഴിക്കുന്ന ആൾക്കാരായാലും 2 മതിയിട്ട്, 2 കൊണ്ട് തന്നെ നമുക്ക് വയറ് നിറയും. ഇനിയിപ്പോൾ അതാ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇത്ര പോരാട്ടോ, കുറച്ചും കൂടി വേണം. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതക്ക് കുറച്ച് പഞ്ചസാര, മധുരം കൂടി പോകരുതിട്ട്. രാവിലെ തന്നെ മധുരം കുറേ കഴിച്ച് നമുക്ക് തലക്കൊരു മത്ത് പിടിച്ച പോലെ ആവും. അപ്പോൾ അത് കാരണം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇനി കൂട്ടി ഒഴിച്ച് കഴിക്കുക. എനിക്ക് ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കാനും കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ചട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അരിക്കൊക്കെ മാവ് അരച്ച് വെക്കൂലേ, ഇഡലിക്കൊക്കെ, അതിങ്ങനെ പൊന്തി വരുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഈ മുട്ടപ്പത്തിരി ചട്ടിയിൽ നിന്ന് എടുക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.